എണ്ണത്തിൽ സത്യത്തിൽ കാര്യമില്ല എന്ന് എനിക്കും തോന്നുന്നു. കാരണം സാധാരണ നിലയിൽ നമ്മളെപ്പോലൊരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂട്ടായ പ്രതിഷേധങ്ങളൊക്കെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതിൽ ഭരണകൂടം ഭയപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടി, നമ്മൾ പറയുന്ന കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു 2011 വരെ. പക്ഷേ 2011 ഇപ്പോൾ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ സന്ദേശവുമായി അണ്ണാ ഹസാരെ ലോക്പാൽ ബില്ലിന് വേണ്ടി ഒരു സമരം ചെയ്തപ്പോൾ ഞാനും അണ്ണ എന്ന് പറഞ്ഞാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ആ സമരവേദിയിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ടത് ആം ആദ്മി പാർട്ടിയാണ്. അതായത് സാധാരണക്കാരുടെ പാർട്ടി എന്ന പേരിലാണ് ആ പാർട്ടി വന്നത്. ആ പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. ചൂൽ എന്ന ചിഹ്നം വന്നപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചിഹ്നമായിരുന്നു ചൂൽ. പക്ഷേ ചൂലിന് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു. അത് ഇന്നാട്ടിലെ അഴിമതിയെ തുടച്ചു നീക്കും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത് പാറ്റകളായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ പാർട്ടി യഥാർത്ഥത്തിൽ രൂപപ്പെടാൻ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ രൂപപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള ചെറുപ്പക്കാരുടെ മടുപ്പ്, അതിൽ നിന്നാണ് ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദ വോയിസ് ഓഫ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ദ ലേസി എന്നാണ് പറഞ്ഞത്. അതായത് തൊഴിൽ രഹിതരുടെയും മടിയന്മാരുടെയും ശബ്ദം എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യമാണ്. അതിന് കാരണം ഒരു ജഡ്ജി, ഒരു പണ്ഡിതൻ, ഒരു നിയമ പണ്ഡിതൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഈ കാലത്തെ ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അലോസരപ്പെടുത്തുന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ കാണുന്ന അനീതിക്കെതിരായ കൂട്ടായ്മ എന്ന നിലയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഓഫ്ലൈൻ കൂട്ടായ്മയിൽ വേണ്ടത്ര ആളുകളുടെ ഒരു കൂട്ടം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അവർ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളും കാലഹരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഒരു സംഭവത്തിൽ, അത് നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടാകട്ടെ, അതേപോലെ CBSEയിലെ ഈ പറയുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സമ്പ്രദായത്തിലെ പോരായ്മകളാകട്ടെ, അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നതാണ് അവരുടെ ക്യാമ്പയിൻ. ശരിയാണ്, ആളുകൾ വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഉണ്ടായില്ല. പക്ഷേ അവർ അവിടെ ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപക്ഷെ CJP കടക്കാൻ പോകുന്നത് ഒരു ദേശീയ ജനകീയ മുന്നേറ്റം എന്ന നിലയിൽ, ഒരു നാഷണൽ മൂവ്മെന്റ് എന്ന നിലയിൽ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. അതിന്റെ സൂചന അഭിജിത്ത് ദീപ്കെ നൽകിക്കഴിഞ്ഞു. കാരണം അഭിജിത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് ഇത് രാജ്യം മുഴുവൻ വ്യാപിക്കാൻ പോകുന്ന ഒരു പ്രക്ഷോഭമായി വരും ദിവസങ്ങളിൽ മാറാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് പാർട്ടികളെ നിസ്സാരമായി കാണാൻ കഴിയില്ല, എണ്ണം നോക്കി അവരെ വിലയിരുത്താനും കഴിയില്ല എന്നാണ് എനിക്ക്